വിറകും അടുപ്പും പുകയൊന്നുമില്ലാതെ പെട്ടെന്ന് തന്നെ കുക്കറിൽ എങ്ങനെ നല്ല അടിപൊളി നാടൻ തേങ്ങാച്ചോറ് വെക്കാന്നുള്ള ഒരു റെസിപ്പി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. കുക്കറിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആ വെറുവെറുവിന് നല്ലതിൽ വെള്ളേറാതെ കിട്ടുമെന്നുള്ള ഒരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടാവില്ലേ? ആ ഒരു പേടിയൊന്നും വേണ്ട, അതൊക്കെ ഞാൻ അടിപൊളിയായിട്ട് പറഞ്ഞുതരാം കേട്ടോ. അങ്ങനെ അതാ 3 നാഴി അരി കഴുകിയിട്ട് ഞാനിതാ കുക്കറിലോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു 4-5 ടേബിൾ സ്പൂൺ ഉലുവ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളത്തിലിട്ടാലും നമുക്കിത് ഒന്നും കൂടെ നല്ല സ്മൂത്ത് ആയിട്ട് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഉലുവ വലുതായിട്ട് ഇങ്ങനെ കടിക്കും. അത് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വെള്ളത്തിലിട്ട് വെക്കുന്നത്. ഉലുവയാണ് കേട്ടോ തേങ്ങാച്ചോറിന്റെ ഏറ്റവും ഹൈലൈറ്റ്. അത് കൂടുതൽ ഇടുന്തോറും നമുക്ക് അതിന്റെ ടേസ്റ്റ് നല്ല പോലെ ഉണ്ടാവും കേട്ടോ. പിന്നെ ചെറിയുള്ളിയാണ് കേട്ടോ. ഇത് നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇടാം. ഇത് തന്നെ കൂടുന്നതിനനുസരിച്ച് ഇതിന്റെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിങ്ങനെ പകുതിക്ക് ഇങ്ങനെ കട്ട് ചെയ്യണം കേട്ടോ. 1-2 പീസൊക്കെ ആക്കിയാൽ മതി. ഉള്ളി മുറിച്ചിടുന്നത് ഇതിന്റെ ആ ഒരു സ്മെല്ലും ടേസ്റ്റും ഒക്കെ ഇതിലോട്ട് ഇങ്ങോട്ട് വരാനാണ് കേട്ടോ. ഇനി നമുക്ക് തേങ്ങയാണ് ഇടേണ്ടത്. അപ്പോൾ ഞാൻ 3 നാഴി അരിക്ക് ഒരു തേങ്ങ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് ഒരു തേങ്ങയുടെ 2 മുറി ഫുള്ളായിട്ട് ചിരവിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഉപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. അത് പിന്നെ നമ്മൾ എത്ര അരിയാണോ എടുത്തിട്ടുള്ളത് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ചിലവരൊക്കെ പറയാറുണ്ട് ഉപ്പ് ആദ്യം ഇട്ട് കഴിഞ്ഞാൽ ചോറ് വേവൂലാണ്. അതൊക്കെ വെറുതെ പറയാൻ കേട്ടോ. ഇങ്ങനെ നമ്മൾ കുക്കറിലൊക്കെ വെക്കുമ്പോഴേ ഉപ്പൊക്കെ ഇട്ടാൽ ഒരു കുഴപ്പമില്ല, അടിപൊളിയായി വെന്ത് കിട്ടും കേട്ടോ. ഞാനിതിൽ വെള്ളം ചേർത്തിട്ടുള്ള അളവ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുക്കറിലോട്ട് ഈ എല്ലാ സാധനങ്ങളും ഇടുമല്ലോ, തേങ്ങ, ഉള്ളി, അതുപോലെ അരി, അതൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ആ ഒരു അരിയുടെ മുകളിലായിട്ട് ഇങ്ങനെ വെള്ളം നിൽക്കണം. നല്ല കട്ടിയിലാവരുത് കേട്ടോ. ഇതുപോലെ കുറച്ച് ലൂസിലാവണം കേട്ടോ. അരി കണ്ടോ കുറച്ച് അടിയിൽ ഇങ്ങനെ അതിന്റെ മുകളിൽ തേങ്ങയും ഉള്ളിയൊക്കെ ഇങ്ങനെ കുറച്ചിങ്ങനെ പാറി നിൽക്കണം. ആ ഒരു രൂപത്തിൽ ഫുള്ളായിട്ട് വെള്ളം ഒഴിക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് പായസമായിട്ട് കിട്ടും. ഉപ്പ് പാകാണോ അല്ലയോ എന്ന് നമുക്ക് ഈ ഒരു ടൈമിൽ നോക്കാം. പിന്നെ നമുക്ക് ഇതിലോട്ട് ഉപ്പ് ചേർത്താൽ ആ ഒരു ചോറിൽ ഉപ്പ് പിടിക്കൂല. അങ്ങനെ നമ്മൾ കുക്കർ ഗ്യാസ് അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. ഒരൊറ്റ കൂക്ക് മതി. അതും ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ വേവിക്കാൻ. ചെറിയ തീയിലൊന്നും ഇടരുത്, ഹൈ ഫ്ലെയിമിൽ തന്നെ വേവണം കേട്ടോ. ഒറ്റ കൂക്കിന് നമുക്ക് ഓഫ് ചെയ്യാം. തേങ്ങാ ചോർക്ക് നമ്മുടെ ബീഫോ അതുപോലെ ചിക്കനോ മസ്റ്റ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കൂടെ തന്നെ ചിക്കൻ കറിയും വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന്റെ ഒരു റെസിപ്പിയും കൂടെ ഞാൻ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചിക്കൻ കറിയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇതാ നമ്മുടെ ഒരു വിസിലിന് ശേഷം നമ്മുടെ എയറും കാര്യങ്ങളൊക്കെ പോയി നമ്മുടെ ഈ ഒരു സംഭവം ഇങ്ങനെ പൊക്കി നോക്കണം കേട്ടോ. അതിൻ്റെ വിസിൽ അതിലൊരു തുള്ളി എയർ പോലും പറ്റൂല. അങ്ങനെ അതൊക്കെ നമ്മൾ സൂക്ഷിച്ചിട്ട് തുറക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്കിത് കിട്ടുക കേട്ടോ. ഇങ്ങനെ തുറക്കുമ്പോൾ നമുക്ക് തോന്നും ഇതിലെന്താ വെള്ളം ഏറുണ്ടോ അങ്ങനെയൊക്കെ തോന്നും കേട്ടോ. പക്ഷേ ഒരു പ്രശ്നമില്ല. ഞാൻ അധികം അടുപ്പത്താണ് കേട്ടോ വെക്കാറുള്ളത്. അതുകൊണ്ട് കുക്കറിൽ വെക്കുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ, വെള്ളം ഏറും എന്താണെന്നുള്ളത്. പിന്നെ കുഴപ്പമില്ലാതായി. കാരണം ഞാൻ ഇതിന് മുന്നേ 1-2 പ്രാവശ്യം വെച്ചതാണ്. പക്ഷേ അവർ വെള്ളത്തിൻ്റെ അളവൊന്നും എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ എന്തായാലും ഇത് അടിപൊളിയായി പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കാരണം ഒരു തുള്ളി വെള്ളം പോലും ഏറിയില്ല, കുറവില്ല, അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഓരോ അരിക്കും കുക്കറിനൊക്കെ അനുസരിച്ചിരിക്കും കേട്ടോ നമ്മുടെ വേവും കാര്യങ്ങളും. അപ്പോൾ നമ്മുടെ അരി വൈറ്റ് ചെയ്യണം കേട്ടോ. അതായത് സാധാ ജയൻ്റെ അത്രയ്ക്ക് അങ്ങോട്ട് വേവില്ല, എന്നാൽ അത്യാവശ്യം വേവുണ്ട് താനും, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാ കണ്ടോ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. എനിക്ക് ആ ഉലുവ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഉലുവ കാണുമ്പോൾ എനിക്ക് പ്രസവിച്ച് കിടക്കുമ്പോൾ നമ്മൾ ആ ഒരു ഉലുവ ചോറൊക്കെ കഴിക്കുമല്ലോ, അതാണ് ഇങ്ങനെ ഓർമ്മ വരുന്നത് കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. നെയ്ച്ചോറും ബിരിയാണിയും അതിനേക്കാളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഈ ഒരു സംഭവം നമ്മൾ കഴിച്ചാൽ നമുക്ക് മടുക്കൂല കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുവരെ കുക്കറിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. എന്തായാലും ഫീഡ്ബാക്ക് കമന്റിൽ അറിയിക്കണം കേട്ടോ. മറക്കാം. അപ്പോൾ എന്തായാലും ഇനി ഞാൻ കൂടുതൽ സംസാരിക്കുന്നൊന്നുമില്ല, കാരണം സംഭവമൊക്കെ സെറ്റാക്കി വിളമ്പിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് കഴിക്കുക എന്നുള്ളതാണ് അടുത്തൊരു പരിപാടി. അപ്പോൾ പിന്നെ ഇനി ഓക്കെ ബൈ കേട്ടോ. പിന്നെ എന്തായാലും ട്രൈ ചെയ്യാൻ മറക്കല്ല കേട്ടോ. അതുപോലെ തന്നെ ലൈക്കും സബ്സ്ക്രൈബും മസ്റ്റ് ആണ് കേട്ടോ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉണ്ടാക്കിയിട്ടാണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾ കമന്റിൽ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കട്ടെ. അപ്പോൾ ഓക്കെ.